ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്തം, റെസ്പോൺസിബിലിറ്റി നമ്മൾ സ്വയം എടുക്കാൻ തയ്യാറാകണം. അപ്പോൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിയതുകൊണ്ടോ സാഹചര്യങ്ങളെ പഴി പറഞ്ഞിരിക്കുന്നത് കൊണ്ടോ ചുറ്റുമുള്ളവർ അവരിൽ മാറ്റങ്ങൾ കൊണ്ടുവന്ന് കാര്യങ്ങൾ ഫിക്സ് ചെയ്യുമെന്ന് കരുതിയിരിക്കുന്നത് കൊണ്ടോ കാര്യമില്ല. നമ്മുടെ ജീവിതം ബെറ്റർ ആകുന്നത് നമ്മൾ ബെറ്റർ ആകുമ്പോഴാണെന്ന് മൈറൻ ഗോൾഡൻ പറയുന്നു. ഇതിനർത്ഥം നമ്മെ ഒപ്പോസ് ചെയ്യുന്ന, നമ്മെ എതിർക്കുന്ന, നമുക്ക് പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്ന ആളുകളും സാഹചര്യങ്ങളും നമ്മുടെ ചുറ്റും ഇല്ല എന്നല്ല. മറിച്ച് നമ്മളെ എതിർക്കുന്ന ശക്തികൾ ഇല്ലെങ്കിൽ നമ്മൾ ശക്തരാവുകയില്ല എന്നാണ്. അതുകൊണ്ടായിരിക്കാം എല്ലാ കാര്യങ്ങളിലും നന്ദിയുള്ളവരായിരിക്കണമെന്ന് പറയുന്നത് തന്നെ. നമുക്ക് തടസ്സങ്ങൾ ഉണ്ടാക്കുന്നവർക്ക് വേണ്ടി പോലും. മൈറൻ ഗോൾഡൻ ചോദിക്കുന്നു, നിങ്ങൾക്ക് തകർച്ചകളിൽ സന്തോഷം കണ്ടെത്താനുള്ള കഴിവുണ്ടോ? അതില്ലെങ്കിൽ തകർച്ചകളിൽ സന്തോഷം കണ്ടെത്താൻ കഴിവ് ലഭിക്കുന്നതിനുള്ള സന്നദ്ധതയുണ്ടോ? നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിന്റെ ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുക്കാനുള്ള കഴിവുണ്ടോ? അദ്ദേഹം പറയുന്നു, നിങ്ങൾ പറഞ്ഞേക്കാം, ഞാൻ പ്രതിസന്ധി അനുഭവിക്കുന്നത് എന്റെ ചുറ്റുമുള്ളവർ ഇങ്ങനെ പെരുമാറുന്നത് കൊണ്ടാണെന്ന്. എന്നാൽ യഥാർത്ഥത്തിൽ നിങ്ങൾ പ്രതിസന്ധി അനുഭവിക്കുന്നത് നിങ്ങളുടെ ചുറ്റുമുള്ളവർ ഇങ്ങനെ പെരുമാറുന്നത് കൊണ്ടാണ് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നത് കൊണ്ടാണെന്ന് ഗോൾഡൻ പറയുന്നു. ചുറ്റുമുള്ളവരെ നമുക്ക് കുറ്റപ്പെടുത്താം, അല്ലെങ്കിൽ നമുക്ക് നമ്മെ തന്നെ ബെറ്റർ ആക്കാം. എനിക്ക് മറ്റുള്ളവർ അവസരങ്ങൾ തരുന്നില്ല എന്ന് ഞാൻ പരാതിപ്പെട്ടേക്കാം. എന്നാൽ അതൊരു അവസരമാണ്. ഏറ്റവും മികച്ചതാകുവാനും അവർ നൽകുന്ന അവസരം വേണ്ടെന്ന് വെക്കുവാനും അവസരങ്ങൾ സ്വയം സൃഷ്ടിക്കുവാനും. ചെറുപ്പത്തിൽ പോളിയോ ബാധിച്ച് തന്റെ ഒരു കാൽ നഷ്ടമായപ്പോൾ ഗോൾഡന് പല അവസരങ്ങളും നഷ്ടപ്പെട്ടു. അദ്ദേഹം അവയെ ഫിക്സ് ചെയ്യാൻ ശ്രമിക്കാതെ തന്നിൽ തന്നെ വർക്ക് ചെയ്തു. അങ്ങനെ അവസരങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തി. ഒപ്പോസിംഗ് ആയ ശക്തികൾ വലുതല്ല എന്നല്ല, മറിച്ച് അവയെ തരണം ചെയ്യാൻ ദൈവം നമുക്ക് നൽകിയ ശക്തി അതിനേക്കാൾ വലുതാണ് എന്നതാണ് പ്രധാനമെന്ന് അദ്ദേഹം ഓർമ്മപ്പെടുത്തുന്നു. സോ ട്രൈ ടു ബി ബെറ്റർ.